ഷാബു പ്രസാദ് ചേരുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ഇതിൽ ഒരു രാഷ്ട്രീയ വ്യത്യാസം കാണുന്നില്ല. കാരണം ഇവിടെ UDF പൂർണ്ണ സപ്പോർട്ട് നൽകുന്നുണ്ട് സർക്കാരിന്, പ്രതിപക്ഷം പൂർണ്ണ സപ്പോർട്ടാണ് നൽകുന്നത്. അതിന്ന് മന്ത്രിസഭാ ഉപസമിതിയുടെ വാക്കുകളിലും അങ്ങനെ ഉണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകളിലും ഉണ്ടായിരുന്നു. പക്ഷെ ഒറ്റ കാര്യം എന്ന് പറയുന്നത്, ഈ കേന്ദ്രം ദേശീയ ദുരന്തമായിട്ട് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അതിന് ശരിയാണ്, ഒരു മാനദണ്ഡം ദേശീയ ദുരന്തത്തിന്റെ കാര്യത്തിൽ ഇല്ല. പക്ഷേ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ഏറ്റവും കൈയച്ചുള്ള സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കുകയാണ് കേരളം. അങ്ങനെ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അത് മാത്രമല്ല, അങ്ങനെ കിട്ടുവാൻ അർഹതയും കേരളത്തിനുണ്ടല്ലോ ഈ വലിയൊരു ദുരന്തത്തിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി. സംശയം എന്താ അക്കാര്യത്തിൽ ആർക്കതിൻ്റെ അത് തർക്കമുള്ളത് മഞ്ജുഷേ? ഇവിടെ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമാണിത്. ഇത്രയും ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇനിയും എത്രയോ ആൾക്കാരെ കാണാനുണ്ട്. നൂറുകണക്കിന് കുടുംബങ്ങൾ അവരുടെ വീടും സർവ്വതും സ്വത്തും നഷ്ടപ്പെട്ടു. ഇതിന് അതിഭീകരമായ ഒരു ദുരന്തം എന്നുള്ളതല്ലാതെ ഇതിൻ്റെ അകത്ത് എന്താ പറയുക? ഇതിൻ്റെ അർഹതയെപ്പറ്റിയോ നമുക്ക് അങ്ങനത്തെ ഒരു വർത്തമാനത്തിൻ്റെ പോലും ആവശ്യമില്ല. അതിൻ്റെ ഗ്രാവിറ്റി അത്രത്തോളം വലുതായതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ട് വരുന്നത്. പ്രധാനമന്ത്രി നേരിട്ട് വരുന്നു, മന്ത്രിസഭാ ഉപസമിതിയെ അയക്കുന്നു, കാര്യങ്ങൾ വിശദീകരിക്കുന്നു, പഠിക്കുന്നു. ഇവിടെ അതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണോ വേണ്ടയോ, ഇങ്ങനെയുള്ള സാങ്കേതികത്വമൊന്നും അല്ല ഇവിടെ നമ്മൾ സംസാരിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. അവിടെ ജീവനും സ്വത്തും നഷ്ടപ്പെട്ട, ആ ഭൂമി നഷ്ടപ്പെട്ട ആ നിരാലംബരായ പാവം മനുഷ്യർക്ക് എങ്ങനെ നിത്യജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെൻറ്റും ലോക്കൽ അഡ്മിനിസ്ട്രേഷനും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാം അവിടെ കൈകോർത്ത് നിന്നേ പറ്റുള്ളൂ. എല്ലാവരും അവരവരുടേതായ ലെവലിൽ പരമാവധി എഫേർട്ട് അവിടെ ഇട്ടേ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് എന്താ ഇത്ര സംശയം ഇരിക്കുന്നത്? ഇനിയും ഇതിൻ്റെ അകത്ത് നാഷണൽ ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിക്കുക അല്ല വേണ്ട. ഇത് ഈ പറഞ്ഞ പോലെ മാരത്തോൺ ഓട്ട മത്സരം, ഇത് അവാർഡൊന്നും അല്ലല്ലോ, ഭാരതരത്നം ഒന്നും അല്ലല്ലോ ഈ നാഷണൽ ഡിസാസ്റ്റർ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി. അവിടെ എന്താണോ വേണ്ടത്, വയനാട്ടിൽ സംഭവിച്ച ഈ ദുരന്തത്തിൽ അവിടെ നിന്ന് പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും എന്താണോ വേണ്ടത് അത് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് എന്തായാലും തീർച്ചയായും അതിൻ്റെ അകത്ത് അതിൻ്റേതായ നടപടികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും, കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്, അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ അടുത്തു നിന്നും ഉദ്യോഗസ്ഥ തലത്തിലും പൊതുജനങ്ങളുടെ അടുത്തു നിന്നും എല്ലായിടത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സംശയത്തിൻ്റെ ആവശ്യം പോലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.